ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 6. ഞാനിന്ന് ഉച്ചയായപ്പോഴാണ് മൈലക്കോണത്ത് പോയത്. കുഞ്ചു വന്ന് കാറി കയറും, ബേക്കിൽ നമ്മുടെ തുമ്പി കാറി കയറാൻ വേണ്ടി നല്ല രീതിക്ക് അങ്ങനെ ആ സമയം ആമിനെ ഓടി വന്ന് തുമ്പി എടുത്തോണ്ട് പോവുകയാണ്. അങ്ങനെ മമ്മൂന് ടാറ്റ പറഞ്ഞ്, അതുപോലെ തുമ്പി എടുത്ത് ഞാൻ പറഞ്ഞു വന്നിട്ട് കൊണ്ടുപോവോ എന്ന് പറഞ്ഞു. എന്നിട്ടും കരച്ചിൽ നിർത്തിയിട്ടില്ലേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ റോഡിൽ ഒരു ചേച്ചി പാർക്ക് ചെയ്തിരിക്കുന്നത്, നല്ല ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടാണ് ചേച്ചി പാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ അമ്മ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഹോട്ടലിനെ പറ്റിയുള്ള ഒരു ഷോർട്സ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കണം. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നേരം പാഴ്സൽ കൂടി വാങ്ങിച്ചു. പിന്നെ നമ്മൾ നേരെ കുഞ്ചുവിന് ഒരു ചെരുപ്പ് നോക്കാൻ വേണ്ടി നിളയിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഇന്നലെ സിനിമയ്ക്ക് പോയ സമയത്ത് ഹീലുള്ള ചെരുപ്പായതുകൊണ്ട് കുഞ്ചു ഒന്ന് വീണ് കപ്പെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇനി ഹീലുള്ള ചെരുപ്പൊന്നും ഇടണ്ട, അല്ലാതെ ക്രോക്സോ അങ്ങനത്തെ എന്തെങ്കിലും ചെരുപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ മറിഞ്ഞു കുത്തനെ വീണ്, അപ്പം ഇപ്പൊ എനിക്ക് പുതിയ ചെരുപ്പ് വാങ്ങി തന്നു. നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റിയ ഒരു ക്രോക്സും. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. അപ്പം അവിടെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ടിയും പിന്നെ തുമ്പിക്കൊരു പാമ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അക്കുനും മമ്മൂസിനും ലേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വെയില്. നമ്മള് സ്നാക്കി വാങ്ങി, തുമ്പിക്ക് സ്നാക്കി, പിന്നെ നമ്മൾ ലേസ് വാങ്ങി, പിന്നെ ഞാൻ കൊഞ്ചുവിനൊരു വെള്ളം വാങ്ങി. അങ്ങനെ ഞാൻ തിരിച്ച് കുഞ്ചുവിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ കാക്കും അമ്മോ എനിക്ക് ടാറ്റ തരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ തുമ്പിയെ ഉമ്മയുടെ അടുത്തൊന്ന് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ചു തുമ്പിയെ കാറിലിരുത്തി തുമ്പി ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയായിരുന്നു. അങ്ങനെ തുമ്പിക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കരയുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ തുമ്പി കരഞ്ഞിട്ടൊന്നുമില്ല. ഒരുപാട് നേരം ഉമ്മയുടെ അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അനുസളിയന് അങ്ങനെ ഉമ്മ തുമ്പിയുടെ അടുത്ത് ഇരിക്കുന്ന ഇട്ട് കൊടുത്തായിരുന്നു. ഇവിടുത്തെ കലണ്ടറിൽ ആനയെ കണ്ടോണ്ട് ആനയെന്ന് പറയുന്നുണ്ട്. എന്തരോ പളയ എൻ്റെ പേര്. പിന്നെ തുമ്പി ഫോണിൽ മാവ് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഉമ്മ ചോറ് കൊണ്ടുവന്നായിരുന്നു. മൈലക്കോണത്തു നിന്നാണ് ചോറ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് തുമ്പിക്കും ചോറ് കൊടുത്തായിരുന്നു. അങ്ങനെ ഉമ്മ തുമ്പിയെ കാർട്ടൂണൊക്കെ കാണിച്ച് ചോറ് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. തുമ്പിക്ക് പപ്പടമാണ് കൂടുതൽ ഇഷ്ടം. അപ്പം പപ്പടം ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ചുവിൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് തുമ്പി സ്വയം അന്നത്തെ ദീപാവലി സെലിബ്രേഷനൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തുമ്പി നല്ലൊരു എക്സ്പ്രഷനൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തുമ്പിക്ക് പോകാനുള്ള സമയമായപ്പോൾ ഉമ്മയൊക്കെ കൊടുത്തിട്ട് തുമ്പി ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ മൈലക്കോണം വീടെത്തി തുമ്പിയെ ഉമ്മയുടെ അടുത്താക്കി. അത് കഴിഞ്ഞ് നമ്മുടെ മുനീറിന് ഇന്ന് ബ്ലഡ് ചെക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ മൈലക്കോണത്തുള്ള എല്ലാവരുടെ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് ലാബിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാബിന് മുനീറിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി. അപ്പോൾ കുഞ്ചും ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി.